എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1362 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഗുരുതുല്യനായ ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. വളരെ വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ നമുക്ക് എടുത്ത് സഹായിക്കുന്ന സാറ് കോട്ടയം അയർക്കുന്നം കേവൽ ഹോമിയോ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനാണ്. ISKയുടെ വിവിധ വേദികളിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഡോക്ടറാണ്. 46 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് സാറിനുള്ളത്. സാറ് ചികിത്സാനുഭവങ്ങൾ അതോടൊപ്പം നമുക്ക് നല്ല ക്ലാസ്സുകൾ എടുക്കുന്നതിനാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സാറിനെ ക്ലാസ് എടുക്കുന്നതിന് ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സാർ ക്ലാസ് തുടങ്ങാം. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഹോമിയോപ്പതി ഫിലോസഫിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ഒരു കുറച്ച് ബാലൻസ് നിർത്തിയിട്ടാണ് ഞാനത് അവസാനിപ്പിച്ചു പോയത്. അതുകൊണ്ട് അതിന്റെ ബാലൻസ് എടുത്തതിന് ശേഷം പുതിയ ക്ലാസ്സിലോട്ട് പോകാൻ വിചാരിച്ചു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ കേൾക്കുക, അത് കേൾക്കാത്ത ആളുകൾ വീണ്ടും ഇതുകൂടെ കേട്ടിട്ട് നിങ്ങളുടെ പ്രാക്ടീസിന് ഒത്തിരി ഗുണങ്ങൾ അതുകൊണ്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അതിനെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഔഷധങ്ങളുടെ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു രോഗത്തിന് ഔഷധം സേവിക്കുമ്പോൾ ഏറ്റവും നിസ്സാരമായ ആശ്വാസമെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പ് കൊടുത്ത ഔഷധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. പഴകിയ രോഗങ്ങളിൽ ഈ സമയത്ത് ഔഷധം വീണ്ടും നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ താൽക്കാലിക രോഗങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല. രോഗം പൂർണ്ണമായി മാറുന്നത് വരെ ഔഷധം കൊടുക്കുകയാണ് അക്യൂട്ട് ഡിസീസസ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ സ്ഥിരരോഗങ്ങളിൽ തക്കതായ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ 40 മുതൽ 100 ദിവസത്തോളം അതിൻ്റെ ഫലങ്ങൾ സാവധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി കാണും. എന്നാൽ ഇങ്ങനെയുള്ള കാലദൈർഘ്യം ചുരുക്കുന്നതിന് ആവർത്തിച്ച ഔഷധം വെള്ളത്തിൽ ചേർത്ത് ഒരു കൃത്യ അളവ് സമയം ഇടയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇത് ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളത്തിൽ ചാലിച്ചിട്ട് 10-12 പ്രാവശ്യം ശക്തിയായി കുലുക്കി ഔഷധം ഒരു ദിവസം കുലുക്കി കൊടുക്കേണ്ടതാണെങ്കിൽ അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഒരേ ശക്തിയിലുള്ള ഔഷധം തുടരെ കൊടുത്താൽ ജീവശക്തി അതിനെ എതിർക്കുന്നതാണ്. ഔഷധത്തിന്റെ ശക്തി മുഴുവൻ മുൻ ഡോസിന്റെ പ്രവൃത്തി ജീവശക്തിയിൽ വരുത്തിക്കൂട്ടുള്ള വ്യത്യാസം അനുസരിച്ച് ഔഷധത്തിന്റെ ശക്തി കൂട്ടിക്കൊടുത്താൽ രോഗം സാവധാനത്തിൽ ഭേദപ്പെടുന്നതായി കാണുന്നു. ഇതിനായി ഔഷധം ചേർത്ത ദ്രാവകം ഓരോ പ്രാവശ്യവും 10-12 പ്രാവശ്യം ശക്തിയായി കുലുക്കി കൊടുക്കുക എന്നുള്ളതാണ് നിയമം. ഇത് ദീർഘരോഗങ്ങളിൽ നമ്മൾ ഇത് അനുവർത്തിക്കുമ്പോൾ ദിവസത്തിൽ ഒരിക്കലും, അക്യൂട്ട് ഡിസീസസിൽ 1 മുതൽ 4 വരെ മണിക്കൂർ ഇടവിട്ടു, അതിലും വെരി അക്യൂട്ട് ആയിട്ടുള്ള എമർജൻസി കണ്ടീഷൻസിൽ 5-10 മിനിറ്റ് ഇടയിട്ടും കൊടുക്കാറുണ്ട്. ഈ ദ്രാവകം തീരുമ്പോൾ അതേ ഔഷധം തന്നെ അടുത്ത ഉയർന്ന ആവർത്തനം വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കാനാണ് ശ്രമിക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ കാര്യമുണ്ട്. പക്ഷെ ഞാനതിന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനെ എല്ലാ കേസുകളിലൊന്നും നമ്മൾ അങ്ങനെ നോക്കാറില്ല. നമുക്ക് ചിലപ്പോൾ അങ്ങനെയല്ല, പ്രത്യേക കേസുകളൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ കൊടുത്ത ആ ഔഷധം 1 ഡ്രോപ്പ് 10 ഡ്രോപ്പ് PLനകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 100 പ്രാവശ്യം കുലുക്കി മാറ്റി വെച്ചാൽ അടുത്ത അവസരം അത് നമുക്ക് അടുത്ത പ്രാവശ്യം കൊടുക്കാം. എല്ലാ ഔഷധം നമുക്ക് ചില പ്രത്യേക കേസുകളിൽ, ചില അത്യാവശ്യം കേസുകളിലൊക്കെ നമ്മളിങ്ങനെ നോക്കാറുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടി വരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 30 കൊടുത്തതിന് ശേഷം 200ലേക്ക് വേഗം പോകാനല്ല പറയുക. അങ്ങനെ 200ലേക്ക് നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് 200 കിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നോക്കൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അതിനെപ്പറ്റിയൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള കേസുകളിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ദീർഘരോഗങ്ങൾക്ക് ഇങ്ങനെയുള്ള ഔഷധങ്ങൾ തന്നെ തുടർ സേവിക്കുമ്പോൾ പുതിയ ലക്ഷണങ്ങൾ രോഗിയിൽ കാണപ്പെട്ടാൽ ഉടനെ ഔഷധം മാറ്റിയിട്ട് തക്കതായ മറ്റൊരു ഔഷധം തിരഞ്ഞെടുക്കണം. പുതിയൊരു ഔഷധം, അതായത് പുതിയൊരു രോഗലക്ഷണം വരികയാണെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഔഷധം നമ്മൾ നിർത്തിയിട്ട്
മറ്റൊരു ഔഷധം തിരഞ്ഞെടുക്കേണ്ടി വരും. എന്നാൽ രോഗത്തിനുള്ള ഔഷധങ്ങൾ തന്നെയാണ് വർത്തിക്കുന്നതായിട്ട് കാണുന്നതെങ്കിൽ ഔഷധം മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഔഷധം കുറച്ച് ദിവസം നിർത്തിയതിന് ശേഷം വീണ്ടും കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒരു ഔഷധത്തിന് സേവിച്ചു തുടങ്ങിയതിന് ശേഷം ദീർഘരോഗത്തിന്റെ 8-10 ദിവസങ്ങൾക്ക് ശേഷം രോഗലക്ഷണങ്ങളിൽ പെടാത്തതും ഉപദ്രവകരവുമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആ ഔഷധം രോഗത്തിന് യാതൊരു പ്രയോജനവും ചെയ്യുകയല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ ഔഷധം ആ രോഗത്തിന് പറ്റിയതല്ല. അത് അപ്പോൾ കാണപ്പെടുന്ന ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു ഔഷധം തിരഞ്ഞെടുക്കുക. ചില ഔഷധങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിരുദ്ധങ്ങളായ ലക്ഷണങ്ങൾ ഉളവാക്കുവാൻ പ്രാപ്തിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇന്റർമിറ്റന്റ് സിംറ്റംസ് കാണിക്കുന്ന ഔഷധങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ രോഗിയിൽ യാതൊരു പ്രതിഫലനവും ആദ്യം കാണിക്കാറില്ല. പക്ഷെ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഔഷധങ്ങൾ വീണ്ടും അതേ അളവിൽ തന്നെ വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നാൽ അവകാശം രോഗി അതിനെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു ഡോക്ടർ തനിക്ക് അനുഭവത്തിൽപ്പെട്ട ചില പ്രത്യേക ഔഷധങ്ങളെ ആവശ്യത്തിലധികം പ്രാവശ്യം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്രകാരം ചില പ്രത്യേക ഔഷധങ്ങളിലുള്ള ഡോക്ടർമാരുടെ താല്പര്യം കാണിക്കും അവയിലേക്കാൾ ഫലകരവും ലക്ഷണ സമൂഹം അടങ്ങിയതുമായ പല ഔഷധങ്ങളും നമുക്ക് ഉപയോഗിക്കാനുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കാതെ വിട്ടുപോകുന്നതായിട്ട് കാണും. തന്നിമിത്തം ചിലപ്പോൾ ഇത് ചികിത്സയിൽ ഫലക്കുറവിനും നമുക്ക് സാധ്യത ഉണ്ടാക്കുന്നു. ഏതൊരു രോഗത്തിനും ഏറ്റവും പറ്റിയ ഔഷധം എന്ന് പറയുന്നത് ലക്ഷണ സമൂഹത്തോട് ഏറ്റവും സാമ്യമുള്ള ഔഷധമാകുന്നു. ഏതെങ്കിലും ഒരു ഔഷധത്തോട് അതിയായ താല്പര്യമോ ഔഷധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായി തീരരുത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ദീർഘരോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ രോഗം ഭേദപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിനായി തക്കതായ ആഹാരം, തുറന്ന സ്ഥലത്ത് മിതമായ ആയാസം, മനസമാധാനമുള്ള അന്തരീക്ഷം എന്നിവയെല്ലാം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ഔഷധ വീര്യങ്ങൾ ഉള്ളവയും രൂക്ഷതയുള്ളതുമായ ആഹാരം വളരെ കുറയ്ക്കേണ്ടതാണ്. അത് പറഞ്ഞാൽ അഥവാ നമ്മൾ പഥ്യം പല രോഗങ്ങൾക്കും അത്യാവശ്യമാണ്. പഥ്യമില്ലാതെ നമുക്ക് ചികിത്സ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ താൽക്കാലിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ ഒഴിച്ച് രോഗികൾ ഭക്ഷിക്കാനും കുടിക്കാനും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ മിതമായി കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കൊടുക്കുന്നതിന് വിരോധമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സ്ഥിര രോഗങ്ങളിൽ അവ ഉപയോഗിക്കുന്നത് നിയന്ത്രണ വിധേയമാക്കേണ്ടി. ഏറ്റവും ഫലകരവും ശക്തിമത്തുമായ, ഇതൊരു വളരെ പ്രധാന ഒരു പോയിന്റാണ്, ഏറ്റവും ഫലകരവും ശക്തിമത്താവുമായ ഔഷധമാണ് താൻ ചികിത്സയ്ക്ക് രോഗിക്ക് നൽകിയിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യം ഡോക്ടർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് വ്യാപകമായ രീതിയിൽ നമ്മൾ അതിന് കാണണമെങ്കിൽ അത് ആ ഒരു ബോധ്യം നമുക്കില്ലാതെ നമ്മൾ സംശയാസ്പദമായിട്ട് മരുന്ന് കൊടുക്കരുത്. ഞാൻ ഇനി മുന്നോട്ട് വരും, നിങ്ങൾക്ക് അതിന് ഉദാഹരണങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. നമ്മൾ വേറെ ആർക്കും മത്സ്യം കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫലകരവും ശക്തിമത്വമായ ഔഷധമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതും അതാണ് കൊടുക്കുന്നതിനുള്ളൊരു ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രയോജനം കിട്ടുള്ളൂ, കൂടുതലായിട്ട് പ്രയോജനം. അതിന് നമുക്ക് അങ്ങനെ ഒരു ഉത്തമ ബോധ്യം നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത് ധാരാളമായിട്ട് നാം വായിക്കും. അതിന് പല ആൾക്കാരും പല വെറ്റീരിയ മെഡിക്കകളായിട്ടും എഴുതിയിട്ടുണ്ട്. അതിന് ആ വെറ്റീരിയ മെഡിക്കലിലെല്ലാം ചില പ്രത്യേക പ്രയോജനങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പലരുടെ വെറ്റീരിയ മെഡിക്ക ഡോക്ടർമാർ നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ളതൊരു നിയമം തന്നെയാണ്. അത് പഠിച്ചിരിക്കുകയും വേണം. പിന്നെ ഞാൻ പറയുന്ന ഉഴിച്ചില്, ചില രോഗങ്ങളില് ഉഴിച്ചില് ഫലകരമാണ്. ഉഴിച്ചിൽ കൊണ്ട് രക്തനാടികളിൽ മാംസപേശികൾക്ക് മുതലായിട്ട് പുഷ്ടിമയും വളർച്ചയും ഉണ്ടാകുന്നു. ദീർഘരോഗങ്ങൾക്ക് ശേഷം ഉറക്കമില്ലായ്മ, ദഹന പ്രശ്നങ്ങൾ, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുമ്പോഴും ഉഴിച്ചിൽ ഫലകരമാണ്. അപ്പൊ ചില കേസിൽ നമുക്ക് അല്ലെ ഉഴിച്ചിൽ എന്ന് പറയുന്നത് തിരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തിരുമ് നമ്മൾ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരുമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചില കിടപ്പ് രോഗികൾ, ചില പാരാലിസിസ് കേസുകളിലൊക്കെ നമ്മൾ അത് അനുവർത്തിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യാതെ വെറുതെ മത്സ്യം കൊടുത്തുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ് ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. സാധാരണ ഈ മറ്റു മരുന്നൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഏത് ഔഷധമാണോ നമ്മൾക്ക് ഉള്ളിൽ കൊടുക്കുന്നത് ആ ഔഷധം തന്നെ ഓയിൽ മിക്സ് ചെയ്തിട്ട്
നമ്മൾ പുറമെ ഉപയോഗിച്ചാണ് മാസേജ് ചെയ്യുന്നത്. മാസേജ് ചില രോഗങ്ങൾക്ക് ഫലപ്രദമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ അതനുസരിച്ച് ചെയ്യണം. പിന്നെ ചില രോഗങ്ങളിൽ ശുദ്ധവെള്ളത്തിലുള്ള കുളി പല രോഗങ്ങൾക്കും ആശ്വാസപ്രദമാണ്. ശുദ്ധ രോഗം ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് സിരകളുടെ അസുഖ നിമിത്തം ഉണ്ടാകുന്ന അപസ്മാര ഗോഷ്ഠികള്, അതുപോലെ ദീർഘരോഗങ്ങളിൽ ബാധിച്ച് ശരീരത്തിൽ ചൂട് കുറവുള്ള ആളുകൾ, ഇവർക്കൊക്കെ പച്ചവെള്ളത്തിലുള്ള കുളി കൊണ്ട് നമുക്ക് സുഖം കൂടുതൽ കിട്ടും. അതുകൊണ്ട് അവർ പച്ചവെള്ളത്തിൽ കുളിക്കാം. ചില ആളുകളോട് നമുക്ക് പച്ചവെള്ളം അത്ര പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ചെറിയ ചൂടുവെള്ളത്തിലുള്ള കുളിയും സിരകളുടെ ക്ഷീണമൊക്കെ തീർക്കാൻ നല്ലതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ശുദ്ധ വെള്ളത്തിലുള്ള കുളികൾ നമുക്ക് അഡ്വൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നു. ഇതിനിപ്പോ വേറെ പല കേസുകളും പറയുന്നുണ്ട്, മെസ്മരിസത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനതിനകത്ത് കൂട്ടി ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഗാൽവനിസത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടി ചെയ്തിട്ടില്ല, കാരണം ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ പക്ഷെ പലപ്പോഴും പല രോഗികൾ ഉപയോഗിച്ച് നോക്കിയത് കൊണ്ട് മാത്രം ഞാൻ പറയാണ്. മെസ്മരിസം പിന്നെ ഞാനൊരു വേറെ സമയത്ത് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് വേണ്ടി പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഇതാണ് ഞാൻ എൻ്റെ ആ ഒരു കാര്യം പറയുന്നത്. ഇനി ഞാൻ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോവാണ്. ഇത്രയൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൂ. കാരണം ഓർഗനോൺ എന്ന് പറയുന്ന 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അത് ഇത്രയൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഇനി ഞാൻ കൺക്ലൂഷനിലേക്ക് പോവാണ്. മനുഷ്യന്റെ അവന്റെ വർദ്ധിച്ചു വരുന്ന അറിവിലും ചിന്തയിലും കൂടി പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചു വരുന്നു. നാം പഠിക്കാൻ ഇറങ്ങിയത് ആരോഗ്യ ശാസ്ത്രത്തെ കുറിച്ചാണ്. ഒരു കാര്യത്തെക്കുറിച്ച് കാര്യകാരണ സഹിതം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാൻ തുടങ്ങുന്ന കാലം മുതൽ ആരോഗ്യശാസ്ത്രവും ഉടലെടുക്കുക. ആധുനിക ശാസ്ത്രം ആരംഭിക്കുന്നത് വില്യം ഹർവിയിൽ നിന്നാണ്. 1578 1657 കാലത്ത് ജീവിച്ചിരുന്ന വില്യം ഹർവിയിൽ നിന്നാണ് ആധുനിക ആരോഗ്യശാസ്ത്രം ആരംഭിച്ചത്. രക്തചംക്രമണ വ്യവസ്ഥയെ വ്യാഖ്യാനിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടമായിട്ട് പറയുന്നത്. അതിനു മുമ്പ് ഹിപ്പോക്രാറ്റീസ് BC 460 375 കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ക്രമീകൃതമായ ആരോഗ്യശാസ്ത്രത്തിന്റെ തുടക്കം അദ്ദേഹം കുറിച്ചതാണ്. അതിനു മുമ്പ് ഹിപ്പോക്രാറ്റീസിന് മുമ്പും ആരോഗ്യശാസ്ത്രം ഉണ്ടായിരുന്നു. അത് എഴുതപ്പെട്ട ചരിത്രം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം. ചരിത്രാതീത കാലം മുതൽ ക്രിസ്തുവിന് മുമ്പ് 8ാം നൂറ്റാണ്ട് വരെ ഭാരതത്തിലെ വേദകാലം. ഭാരതത്തിൽ വൈദ്യശാസ്ത്രം അസൂയാവഹമായ വളർച്ചയെ നേടിയ കാലമാണ് വേദകാലം. ആയുർവേദത്തില് ചരക സംഹിത ക്രിസ്തുവർഷാരംഭം, സുശ്രുത സംഹിത AD 500, വൈദ്യശാസ്ത്രത്തിന്റെ അസൂയാവഹമായ പുരോഗതിയുടെ കഥ പറയുന്നത് കാലങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നമ്മൾ പോയാലും ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയും വൈദ്യശാസ്ത്രം പുഷ്ടിപ്പെട്ടിരുന്നു. ബാബിലോണിയക്കാരും ഈജിപ്തുകാരും വൈദ്യശാസ്ത്രത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. ഇക്കാലത്തെല്ലാം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇക്കാലത്തെല്ലാം രോഗത്തെ അല്ല രോഗിയാണ് ചികിത്സിക്കുന്നതെന്ന് ആവർത്തിച്ച് വൈദ്യശാസ്ത്രം വ്യക്തമാക്കി. രോഗത്തെ അല്ല രോഗിയാണ് ചികിത്സിക്കുന്നതിന് വൈദ്യശാസ്ത്രം വ്യക്തമാക്കി. എന്നാൽ 1578 1657 ജീവിച്ചിരുന്ന വില്യം ഹാർവി, ഞാൻ പറഞ്ഞു രക്തസംക്രമണ വ്യവസ്ഥയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അതുവരെയുള്ള വൈദ്യ സിദ്ധാന്തത്തിന് ബദലായിട്ട് മനുഷ്യ ശരീരം ഒരു യന്ത്രമാണ്, യന്ത്രത്തിന്റെ ഭാഗത്തെ കുറിച്ച് പഠിക്കുന്നത് പോലെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് പഠിക്കാമെന്നും ശരീരപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം ഇല്ലെന്നും സിദ്ധാന്തം. അപ്പൊ വില്യം ഹാർവി രക്തചംക്രമണത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോഴും അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യം ഇതാണ്: മനുഷ്യ ശരീരം ഒരു യന്ത്രമാണ്, യന്ത്രത്തിന്റെ ഭാഗത്തെ കുറിച്ച് പഠിക്കുന്നത് പോലെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് പഠിക്കാമെന്നും ശരീരപ്രവർത്തനം നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം ഇല്ലെന്നും സിദ്ധാന്തിച്ചതാണ് വില്യം ഹാർവി. വില്യം ഹാർവിയുടെ സമകാലികനായിരുന്ന 1596 1650 ജീവിച്ചിരുന്ന ഫ്രഞ്ച് ദാർശനികൻ റെനെ ദക്കാർത്തെ ഈ ചിന്താഗതി വൈദ്യശാസ്ത്രത്തിൽ അംഗീകരിക്കുന്നതിന് അസൂയാവഹമായ പങ്കുവഹിച്ചു. അപ്പം ശരിക്കും വില്യം ഹാർവി ഇത് പറഞ്ഞെങ്കിലും അത് വൈദ്യശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ടത് 1590 റെനെ ദക്കാർത്തെ ശ്രമഫലമായിട്ടാണ്.
അപ്പോ ഇവിടെ മുതലാണ് ചികിത്സാശാസ്ത്രം ശരീരം ഒരു യന്ത്രമാണെന്നും അതിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ സ്പെഷ്യാലിറ്റികളായും കണ്ടെത്തി ചികിത്സിക്കാൻ തുടങ്ങി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ 1596 1650 ജീവിച്ച റെനെ ദെക്കാർത്തേക്ക് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശരീരം ഇനി ആയിരുന്നില്ല, രോഗിയാണ് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇതൊരു പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങി. വൈദ്യശാസ്ത്രം അങ്ങനെയാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആ വൈദ്യശാസ്ത്രത്തെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെളിം പ്രദേശത്തൂടെ എന്റെയൊക്കെ കൊച്ചു കാലഘട്ടത്തില് കിതച്ചുകൊണ്ട് ഓടുന്ന കൽക്കരി വണ്ടി, ഈ വണ്ടി ഇപ്പൊ കൽക്കരി ഒന്നുമില്ല, ഇപ്പൊ കിതച്ചോണ്ടൊന്നുമല്ല വണ്ടി ഓടുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖ പെട്ടെന്ന് ഇരുൾ മൂടിയ ഒരു ഗുഹയിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രതീതി. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ, കാരണം ആ ഒരു ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആളുകള് ഉരുൾ മൂടിയ ഒരു ഗുഹയിലേക്ക് വൈദ്യശാസ്ത്രം പോകുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഇപ്പോഴും ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വൈദ്യശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാല് ഈ ഇരുണ്ട വൈദ്യശാസ്ത്ര യുഗത്തില്, ഇപ്പൊ ഈ ഇരുണ്ട യുഗത്തിലും എവിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട ചില ഭിന്നാമിനുകള് ചിതറിയ വെളിച്ചം മാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ ഭിന്നാമിനിങ്ങിന്റെ വെട്ടം വൈദ്യശാസ്ത്രത്തെ സമ്പന്നമാക്കുന്നുമുണ്ട്. അങ്ങനെ ഉണ്ടായ ഭിന്നാമിനിങ്ങളുടെ ചില ആണ്. ആ ഭിന്നാമിനിങ്ങിൽ നിന്ന് എത്ര കാലം നിൽക്കാൻ പറ്റും, എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു വൈദ്യശാസ്ത്രത്തിന് ചില ഇത് സംഭാവനകളും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രഥമ സ്ഥാനമാണ് നമ്മുടെ ഹനുമാന്റെ കണ്ടെത്തല്. പ്രപഞ്ചഗോളങ്ങൾക്കും അവയുടെ ചലനത്തിലും ക്രമമുണ്ടെന്ന് കണ്ടെത്തിയ ന്യൂട്ടന്റെ കണ്ടുപിടുത്തത്തോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടർ സാമുവൽ ഹനുമാൻ 1755 1843 വില്യം ഹാർവിയുടെ ശരീരപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷം ഇല്ലെന്നുള്ള സിദ്ധാന്തത്തെ 1790 ഡോക്ടർ ഹനുമാൻ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹനുമാന്റെ ആരോഗ്യശാസ്ത്രത്തിലുള്ള വ്യത്യാസം അവിടെയാണ് വരുന്നത്. 1750 അതുവരെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു ഭിന്നാമിനിങ്ങും വെട്ടം മാത്രമാണ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. വൈദ്യശാസ്ത്രം ഇപ്പോഴും ആ ഗുഹയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്ന ഒരു ഭിന്നാമിനിങ് വെട്ടമാണ് ഹനുമാന്റെ കണ്ടെത്തല്. വില്യം ഹാർവിയുടെ ശരീരപ്രവർത്തനം നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം ഇല്ലെന്നുള്ള സിദ്ധാന്തത്തെയാണ് 1700 ഒരു ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം ഉണ്ട് എന്ന് കണ്ടിച്ചത് 1790 ഡോക്ടർ ഹനുമാനാണ്. അപ്പൊ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ഇനി അവിടെ ഹനുമാന്റെ വാദം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന എൻഡോജീനസ് രോഗങ്ങളും ശരീരത്തിന് പുറമെ നിന്ന് ബാധിക്കുന്ന എക്സോജീനസ് രോഗങ്ങളും എല്ലാം പ്രധാന രോഗങ്ങൾക്കും കാരണം ശരീരാന്തർഭാഗത്തൂടെ അനുസ്യൂതം പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ജീവശക്തി പ്രവാഹത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം അഥവാ വിഘാതം ആണെന്നും ഈ ജീവശക്തി പ്രവാഹത്തിൽ ജന്മനാ തന്നെ അന്തർലീനമായിരിക്കുന്ന ചില രോഗകാരണങ്ങൾ ഉണ്ടെന്നും ആ കാരണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസൃതമായിട്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം സിദ്ധാന്തം. അപ്പൊ ഹനുമാന്റെ ഏറ്റവും വലിയ പ്രധാനമായ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാല്, നമ്മുടെ ശരീരത്തിൽ സ്വമേയ ഉണ്ടാകുന്ന എൻഡോജീനസ് രോഗങ്ങളും അതുപോലൊപ്പം തന്നെ എക്സോജീനസ് രോഗങ്ങളും, പ്രധാന രോഗങ്ങൾ രണ്ട് കാരണം, എക്സോജീനസും എൻഡോജീനസും, പുറമേ നിന്നുണ്ടാവുന്നു, ഉള്ളിൽ നിന്നുണ്ടാവുന്നു, പുറമേ നിന്നുണ്ടാവുന്നു. ഈ രണ്ടും നമ്മുടെ ശരീരത്തിന്റെ അന്തർഭാഗത്തൂടെ അനുസൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവശക്തി പ്രവാഹത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോ വിഘാതങ്ങളോ ആണെന്നും ഈ ജീവശക്തി പ്രവാഹത്തിൽ ജന്മനാ തന്നെ അന്തർലീനമായിരിക്കുന്ന ചില രോഗകാരണങ്ങൾ ഉണ്ടെന്നും ആ കാരണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നുമാണ് ഡോക്ടർ ഹനുമാന്റെ സിദ്ധാന്തം. ഈ ഇതിൽ പറയുമ്പോ ആ കാരണങ്ങളെ അദ്ദേഹം വളരെ ലഘുവായിട്ട് പറഞ്ഞു വെച്ചതാണ് മയാസം എന്ന് പറഞ്ഞ കാരണം. മയാസ സിദ്ധാന്തം അവിടെയാണ് ഉത്ഭവിക്കുന്നത്. ഇത് കുറച്ച് മെനക്കെട്ടാല് നമ്മുടെ ഞാനിത് വെറുതെ പറയല്ല, കുറച്ച് മെനക്കെട്ടാല് നമ്മുടെ ശരീര അന്തർഭാഗത്തിലൂടെ ഈ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന
ഈ പിന്നെ എന്താ പറയുക ജീവശക്തി പ്രവാഹത്തെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും നമുക്ക് അനുഭവിക്കാനും കഴിയും. അത് സാധിക്കുന്ന ആൾക്കാർ അത് നോക്കുക, ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അതുവരെ അത് സാധിക്കാത്ത ആൾക്കാർ ധാരാളം എന്നെ കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കേൾക്കുന്ന ചില ആൾക്കാർക്കൊക്കെ സാധിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതൊരു സത്യം തന്നെയാണ്. നമ്മുടെ ശരീരാന്തരൂടെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തി പ്രവാഹത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭൂതി വിശേഷം തന്നെയാണ്. അതില് വരെ നമ്മൾ ആചാര്യം പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കുക മുന്നോട്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പോഴും ആ ഒരു കാര്യം, നമ്മുടെ ശരീര അന്തർഭാഗത്തൂടെ അതിശക്തമായ ഒരു പ്രവാഹം പോകുന്നുണ്ട്. ആ പ്രവാഹത്തിൽ ഉണ്ടായിട്ടുള്ള ജന്മനാ തന്നെ ഉണ്ടായിട്ടുള്ള ചില കാരണങ്ങളാണ്, രോഗകാരണങ്ങളാണ് രോഗത്തിന്റെ അടിസ്ഥാന കാരണമെന്നും അവ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എൻഡോജീനസ് ബാക്ടീരിയ പെക്കാൻസ്, എൻഡോജീനസ് അല്ലെങ്കിൽ ഉള്ളിലുള്ളതും എക്സോജീനസ് ബാക്ടീരിയ പെക്കാൻസും ആയിട്ടുള്ള രോഗകാരണങ്ങളാൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഹനുമാന്റെ ശരിയായ സിദ്ധാന്തം. ഇത് നമ്മളെ ഹോമിയോപ്പതി ഡോക്ടർമാർ ശരിക്കും മനസ്സിലായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം കോപം, വ്യസനം അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ഇതെല്ലാം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം ഈ ഒരു കാരണത്താലാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം. പിന്നെ നീണ്ട വർഷങ്ങളോളം നീണ്ട റിസർച്ചിന്റെ ഫലമായിട്ട് ഇന്ന് നമുക്കറിയാം ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉറവിടം, വികാസം എന്നിങ്ങനെ ഉറവിടം, വികാസം എന്നിങ്ങനെ രോഗം എങ്ങനെ ബാധിച്ചു, എങ്ങനെ രോഗങ്ങൾ പകരുന്നു, അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് എന്നിവയെല്ലാം നമുക്ക് ഇന്ന് സുവ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം ശാസ്ത്രം, ആരോഗ്യശാസ്ത്രം അത്രയും തന്നെ വളർത്തുക. അപ്പോ ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുന്നത്, ക്രമരഹിതമായ ജീവശക്തി പ്രവാഹത്തിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും അത് ക്രമപ്പെടുത്തലാണ് വൈദ്യധർമ്മം എന്നും വൈദ്യശാസ്ത്ര രംഗത്ത് സധൈര്യം പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരാളാണ് ഡോക്ടർ സാമുവൽ ഹനുമാൻ. അപ്പൊ ഹനുമാന്റെ ഏറ്റവും പ്രധാനം ഈ കാലഘട്ടത്തിലെ പ്രത്യേകത ഇതാണ്. ഇതെല്ലാം നമുക്കറിയാം, രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, രോഗങ്ങളുടെ പകർച്ച ഉണ്ടാകുന്നു, ഏതെല്ലാം വൈറസുകൾ ഉണ്ടാകുന്നു, ഏതെല്ലാം ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നു, പാരസൈറ്റുകൾ ഉണ്ടാക്കുന്നു, ഭയം, അങ്ങനെയുള്ള കാരണങ്ങൾ എങ്ങനെ രോഗം ഉണ്ടാക്കുന്നു ഒക്കെ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം. അത് എന്തുമാത്രം എങ്ങനെയാണ് വികാസം, അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് ഇന്ന് വളരെ സുവ്യക്തമായിട്ട് അറിയാം. ഇതെല്ലാം നമ്മൾ പഠിക്കുകയും വേണം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ പക്ഷേ എന്നാലും അതിന്റെ അടിസ്ഥാന കാരണം ഡോക്ടർ ഹനുമാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഹോമിയോപ്പതി ഒരു സമഗ്രമായ ചികിത്സാശാസ്ത്രമാണെങ്കിലും അതിന്റെ തത്വം നല്ലവണ്ണം ഗ്രഹിക്കുന്നതിനും നമുക്ക് വളരെ കാലം പിടിച്ചു വരുന്നു. കാരണം ഹോമിയോപ്പതിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തത്വങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നില്ല. ഇതിലേക്ക് വരുന്ന ഇപ്പോഴത്തെ ആളുകൾ, കുട്ടികളോട് എനിക്ക് പറയാനുള്ളൂ, കാരണം പ്രായമായ ഞങ്ങളുടെ ഒന്നും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ തന്നെ വളർന്ന് നിരീക്ഷിച്ച് അഭ്യാസം കൊണ്ട് സമഗ്രമായ അറിവ് നേടുക. ഈ വൈദ്യശാസ്ത്രം ഉത്തരോത്തരം പുരോഗമനത്തിലേക്ക് പോകാനായിട്ട് എല്ലാവരും അവരുടേതായ രീതിയിൽ പരിശ്രമിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഞാൻ ഇതിന്റെ അവസാനമായിട്ട് പറയുന്നത്. പിന്നെ ഇനിയിപ്പോ ഇതിനെ കണികയിൽ അവസാനിപ്പിക്കുന്നത്, അത് നല്ല രീതിയിൽ ഇത് പുരോഗമിച്ച് മുന്നോട്ട് പോരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. പിന്നെ രോഗകാരണത്തിന് അടിസ്ഥാനമായ ഇതിനോട് അനുബന്ധിച്ച് ഞാൻ പറയാണ്, രോഗകാരണത്തിന് അടിസ്ഥാനമായ മയാസം ഒരു തിയറി മാത്രമാണ്. ചികിത്സയിലേക്ക് പോകുമ്പോൾ മിക്കവാറും പോളിക്രസ്റ്റ് ഔഷധങ്ങളെല്ലാം എല്ലാ മയാസങ്ങളെയും ഹനിക്കുവാൻ പറ്റിയവയാണ്. അതുകൊണ്ട് ഏതാണ്ട് 150 പഴം താഴെ ഔഷധങ്ങളെ നമ്മൾ ശരിയായി പഠിച്ചാൽ ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് ചികിത്സിച്ചു പോകാം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മയാസം തിയറി ഒക്കെ പറഞ്ഞ് നമ്മൾ പരിഭ്രമിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ഒരു തിയററ്റിക്കൽ ബേസാണ്. നമ്മുടെ ഇടയ്ക്ക് വരുന്ന പോളിക്രസ്റ്റ് റെമഡി ഒരു 150 ഔഷധങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് ചികിത്സിച്ചു പോകാം. അങ്ങനെ ചികിത്സിച്ചു പോകട്ടെ. നിങ്ങൾ എല്ലാവരും പലപ്പോഴെങ്കിലും കേൾക്കുക, അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം എന്താണെന്നെങ്കിലും ആരെങ്കിലും ചോദിച്ചാലെങ്കിലും പറയാനാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതായാലും ഏത് സമയമേ ഉള്ളൂ. അത് ഞാൻ വേറൊരു ചെറിയ ക്ലാസ്സിലോട്ട് പോവുകയാണത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നുമല്ല, എങ്കിൽ പോലും നിങ്ങളുടെ അറിവ് വേണ്ടി വെറുതെ പറയുകയാണ്. ഇത് ഞാനിവിടെ നിർത്തുവാണ്. എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് കേൾക്കുക, പഠിക്കുക, നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ
ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അക്കാലത്ത് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഹോമിയോപ്പതി, അത് മിക്കവാറും ഒക്കെ ബി ക്ലാസ് ഡോക്ടർമാരാണ്, ബി ക്ലാസ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ഡോക്ടർമാരാണ്. അയാൾ ചിലരിൽ നിന്ന് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് എനിക്ക് ചികിത്സ കാരണം എനിക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ബേസ് ഇല്ല. ഞാൻ ചികിത്സാ ശാസ്ത്രത്തിൽ ആദ്യം വന്നാണ്. എൻ്റെ പാരമ്പര്യത്തിലൊന്നും ആരും ചികിത്സാ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. എനിക്ക് ചികിത്സ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചിറങ്ങി വന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കാരണത്തിൽ അടുത്തപ്പോൾ ഞാൻ ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, 30-ലടുത്ത് ഔഷധങ്ങൾ കൊണ്ട് അവർ ഒട്ടുമിക്ക രോഗങ്ങളും ചികിത്സിക്കും. അവരുടെ ഒരു കാരണം 30-ലടുത്ത ഔഷധങ്ങൾ കൊണ്ട് അവർ ഒട്ടുമിക്ക രോഗങ്ങളും ചികിത്സിക്കും. ചില കേസുകളിൽ അവര് ഔഷധങ്ങൾ ഇടയിട്ട് കൊടുക്കും. ഈ ഔഷധങ്ങൾ ഇടയിട്ട് ചില ആളുകൾ ഇടയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഔഷധം കൊടുത്ത് അതിന്റെ പിന്നെ 2 മണിക്കൂർ അടുത്ത ഔഷധം. ചില ആളുകൾ അങ്ങനെയല്ല. ചില ഔഷധങ്ങൾ കൊടുത്ത് ഇടയിട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ ചില ഔഷധങ്ങൾ 2-3 ഡോസ് കൊടുത്തതിന് ശേഷം അടുത്ത ഔഷധം കൊടുക്കും. ഏതായാലും ഒന്നിലധികം ഔഷധങ്ങൾ അവർ മിക്കവാറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പ്രയോഗിക്കാറുണ്ട്. മിക്കവാറും അവർ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെല്ലാം തന്നെ 30-ാമത്തെ ആവർത്തനം. വളരെ ചില കേസുകളിലൊക്കെ മാത്രമേ അവർ ആവർത്തനം മാറ്റുന്നതായിട്ട് കാണാറുള്ളൂ. മറ്റേ മിക്കവാറും അവരുടെ കയ്യിലുള്ള ഔഷധങ്ങൾ 30-ാമത്തെ ആവർത്തനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 30-ലധികം മരുന്നുകൾ 30-ാമത്തെ ആവർത്തനം, അത്രയൊക്കെ അവരുടെ കയ്യിലുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവരുമായിട്ടൊക്കെ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ധാരാളം എക്സ്പീരിയൻസ് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും മറച്ചു വെച്ചിട്ടല്ല ഞാനിപ്പോ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ അവരെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അവർക്ക് അപാരമായ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെ, എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇല്ലാത്തത് തന്നെയാണ്. കോൺഫിഡൻസ്, അപാരമായ കോൺഫിഡൻസ്. നമ്മളവർ മരുന്ന് കൊടുത്താൽ അത് കുറയുന്ന ഉത്തമ പോകും. ശരിക്കും പറഞ്ഞാല് നമുക്കില്ലാത്തതും അത് തന്നെയാണ്. ഞാൻ ഇവിടെ പറയാൻ കാരണം, ഈ കോൺഫിഡൻസ് നമ്മളിലൂടെ രോഗികളിലേക്ക്, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വീണ്ടും ആ ജീവശക്തി പ്രവാഹത്തിലേക്ക് വരികയാണ്. ഈ ജീവശക്തി പ്രവാഹത്തിലൂടെ, നമ്മുടെ ഈ കോൺഫിഡൻസിലൂടെ ജീവശക്തി പ്രവാഹം ഔഷധങ്ങളിലൂടെ അത് രോഗികളിലേക്ക് സന്വേഷിക്കുന്ന പഞ്ചതന്മാത്രകൾ വഴിയാണ്. പഞ്ചതന്മാത്രകളും അതിന്റെ തിയറികളും പഞ്ചഭൂതങ്ങളാകുന്നതിന് മുമ്പുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വെറുതെ നമുക്ക് വേഗമായിട്ട് പറയുകയാണെങ്കിൽ ദൈവവും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ പഞ്ചതന്മാത്രകൾ വരും. ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന അതൊക്കെ വലിയ വേറൊരു തിയറിയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ പഞ്ചതന്മാത്രകൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ കോൺഫിഡൻസിന് വലിയ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു പറഞ്ഞപ്പോഴും സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്, നമ്മൾ ഔഷധം കൊടുക്കുമ്പോൾ ഈ ഔഷധം പ്രയോജനപ്രദമാണ്, നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായി. ഇനി ഒരു പക്ഷെ നമുക്ക് ശകലം തെറ്റാണെങ്കിൽ പോലും നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സയ്ക്ക് ഗുണമുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും കളയരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ അവരുപയോഗിച്ചിരുന്ന ചില കോമ്പിനേഷൻസ് ഒരു കുറച്ച് നമുക്കൊരു അരമണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഉപയോഗിക്കാറില്ല. ഒരിക്കലും അത് ഞാൻ ഉപയോഗിക്കുന്നു വിചാരിക്കരുത്. പക്ഷെ എങ്ങനെയും നമ്മൾ പറഞ്ഞ പോലെ മുങ്ങിച്ചാകാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നും സംശയിച്ചിരിക്കുമ്പോൾ നമുക്കിത് നല്ല ഓർമ്മ വന്ന് രക്ഷപ്പെടാം. ഒരിക്കലും ഇപ്പൊ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ട് ഇതൊരു വിമർശനാത്മകമായിട്ട് ആരും കാണരുത്. വേറെ എന്നെ കേൾക്കുന്ന പല ആൾക്കാരുണ്ടാവും, ഡോക്ടർ ഇപ്പൊ ഇങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് തോന്നരുത്. ഞാനിപ്പോ ഇങ്ങനെയൊന്നും ചികിത്സിക്കാറില്ല. കാരണം ഇപ്പൊ അതിനൊന്നും എനിക്ക് ആവശ്യം വരാറില്ല. എനിക്കല്ലാതെ തന്നെ കുറെ കയറി പോകാൻ പറ്റുന്നുണ്ടതുകൊണ്ട്. ഓക്കെ. അപ്പൊ ഇനി എയിൽമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് പറയാത്ത കേസുകളിൽ അവര് 30-ാമത്തെ ആവർത്തനം ഉപയോഗിക്കും. അപ്പൊ എല്ലാ ഔഷധത്തിനും 30-ാമത്തെ ആവർത്തനം ഞാൻ പറയാം. ആവർത്തനം അവർ മാറ്റി പറയുന്ന കേസുകളിൽ മാത്രമേ ഞാൻ ആവർത്തനം മാറ്റി പറയൂ. ബാക്കിയുള്ളതെല്ലാം 30-ാമത്തെ ആവർത്തനമാണ് അവരെല്ലാത്തിനും ഉപയോഗിക്കും. ഇനി നമ്മൾ കുറച്ച് എയിൽമെന്റ്സ്, അതിന്റെ ഔഷധങ്ങൾ, അത് മാത്രമേ ഞാൻ പറയുന്നു.
ആദ്യം സ്പാസം എന്ന് പറയുന്നത് ഉണ്ടായാൽ ബെൽഡോണ ചമമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഓൾട്ടർനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കൊടുത്തതിന് ശേഷം മറ്റു കൊടുക്കാം. ഈ പല ഡോക്ടർമാർ പല രീതിയിൽ അത് ചെയ്ത് കാണിച്ചു. അത് ഡെന്റീഷണൽ ഫീവർ, ബെൽഡോണ ചമം. ഡെന്റീഷണൽ ഫീവർ. ഡയറിയ, ഡെന്റീഷണൽ ഡയറിയ, ചമമില പൊഡോഫൈൽ. കഫ് ഡ്യൂറിങ് ഡെന്റീഷൻ, ബെൽഡോണ ചമമില. ഇത്തിരിയുടെ സ്പീഡ് കഫ് കുറച്ച് പതുക്കെ പറയണം. ശരി. സ്പാസം, ബെൽഡോണ ചമമില. ഫീവർ, ഡെന്റീഷണൽ ഫീവർ, ബെൽഡോണ ചമമില. ഡയറിയ, ഡെന്റീഷണൽ ഡയറിയ, ചമമില പൊഡോഫൈൽ. കഫ് ഡ്യൂറിങ് ഡെന്റീഷൻ, ബെൽഡോണ ചമമില. അപ്പൊ നമുക്ക് ആ ബെൽഡോണ ചമമില കാണുമ്പോൾ ഡെന്റീഷണൽ പീരീഡിൽ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വരണം. കാരണം അത് അങ്ങനെ തന്നെ അവർ കാണിച്ചു പോകുന്നത്. മീസൽസ്, അക്വണൈറ്റ് പൾസാറ്റിയ. മംസ്, റെസ്റ്റോക്സ് ഫൈറ്റിലൊക്ക. ടോൺസിലൈറ്റിസ്, ബെൽഡോണ ഫൈറ്റിലൊക്ക. വർംസ്, സീന തൂക്രിയം. ലൂക്കോറിയ, പൾസാറ്റില, നൈട്രൻ സൾഫ്, സിഫിലിനം. സിഫിലിനം വണ്ണം ഒരു ഡോസൊക്കെ കൊടുക്കുള്ളൂ, ബാക്കി ഓൾട്ടർനേറ്റ് ചെയ്യുള്ളൂ ബാക്കിയുള്ളത്. നോസിയ, ഇപ്പിക്കാക്ക്. ആഫ്റ്റർ ഡെലിവറി കോംപ്ലിക്കേഷൻസ്, ആർണിക്ക. മാസ്റ്റൈറ്റിസ്, ബ്രയോണിയ ഫൈറ്റിലൊക്ക. മെനപ്പോസൽ ഫ്ലഷസ്, ഗ്ലോണൈൻ. ഇഞ്ചുറീസ്, ആർണിക്ക, ഹൈപ്പറിക്ക. ഇഞ്ചുറീസ്, ആർണിക്ക, ഹൈപ്പറിക്ക. ടൂത്ത് എക്സ്ട്രക്ഷൻ ആഫ്റ്റർ പെയിൻ, ഫ്രാക്ചർ പെയിൻ, ആർണിക്ക. ഡിസ്ലൊക്കേഷൻ, ആർണിക്ക. കട്ട്സ്, കട്ട്, ലഡം. സ്പ്രെയിൻ, ഉളുക്ക്, റെസ്റ്റോയ്സ്. ഡിസ്ലൊക്കേഷനും ഉളുക്കും തമ്മിൽ ശകലം വ്യത്യാസമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഗ്യാസ്, കാർബോ വെജിറ്റബിൾസ്, ചൈന. ഹേർട്ട് ട്രബിള്, അക്കോണൈറ്റ്, ആർണിക്ക. ഐസ് സോർ ആഫ്റ്റർ ഓപ്പറേഷൻ, റെസ്റ്റോയ്സ്. ഇപ്പോഴ് ഐസ് സോർ ആഫ്റ്റർ ഓപ്പറേഷൻ, ഇപ്പൊ ഈ കട്രാക്ട് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം ധാരാളം കേസുകൾ വരുന്നുണ്ട്. നമുക്കിത് ഉപയോഗിക്കാവുന്ന മെഡിസിൻ തന്നെയാണ് റെസ്റ്റോയ്സ്. ധാരാളം കേസുകൾ വരുന്നുണ്ട്, അത് നല്ലൊരു മെഡിസിൻ തന്നെയാണ് അത്. ബേൺസ് ആൻഡ് സ്കാൽഡ്, കാന്താരിസ്. കൊളാപ്സ്, കാർബോ വെജിറ്റബിൾസ്, ചൈന. എന്തായിരുന്നു സാറേ? കൊളാപ്സ് എന്ന് വെച്ചാൽ കുഴഞ്ഞു വീഴുക എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാർബോ വെജിറ്റബിൾസ്, ചൈന. കൊളാപ്സ്. ഗാൾസ്റ്റോൺ പെയിൻ, കൊളോസിന്ത്, ഡയസ്കോറിയ. കിഡ്നി സ്റ്റോൺ പെയിൻ, ബെർബെറിസ് വൾഗാരിസ്, കൊളോസിന്ത്, ഡയസ്കോറിയ. ഡിസെൻട്രി, കൊളോസിന്ത്, മർസോൾ. വൊമിറ്റിംഗ്, ബിസ്മത്ത്. അക്യൂട്ട് ആസ്മ, അക്വണൈറ്റ്, ഇപ്പിക്കാക്ക്, ആർണിക്ക.
ലൂസ് സ്റ്റൂള്, ഡയറിയ അല്ല, ലൂസ് സ്റ്റൂൾ എന്ന് പറഞ്ഞ വേറൊരു അവസ്ഥയാണ്. ഇത് ലൂസ് സ്റ്റൂള് സൈനോപോഡോഫൈൽ. വൊമിറ്റിംഗ് ആൻഡ് പർജിങ്, ബറൈറ്റർ ആൽബ്, ആഴ്സനിക് ആൽബ്, കാർബോജൻ. ഡാൻഡ്രഫ്, ആഴ്സാൽബ്, നൈട്രസ് സൾഫ്, പൂജ. അനീമിയ, കാർബോ വെജിറ്റബിളിസ്, ചൈന. സ്റ്റൈസ്, പൾസാറ്റില. കോമൺ കോൾഡ് 3 തരത്തിൽ പ്രിസ്ക്രൈബ് കാണുന്നുണ്ട്. അക്വണൈറ്റ്, നൈട്രസ് സൾഫ് 1, അല്ല അക്വണൈറ്റ് പൾസാറ്റില 1. കോമൺ കോൾഡിന് അക്വണൈറ്റ് പൾസാറ്റില 1, ആലിയൻ സീപ്പ പൾസാറ്റില 2, ആഴ്സാൽവ്, നൈട്രസ് സൾഫും. 3 തരത്തില് ചികിത്സകൾ അവർ കാണിക്കുന്നുണ്ട്. എന്നാലും ഇത് 3 വരുന്നത്. നോസ് സ്റ്റഫ്, മൂക്കടപ്പ്, ബ്രയോണിയ, നൈട്രസ് സൾഫ്. സൈനസ് 2 തരത്തിൽ പറയുന്നുണ്ട്. റെസ്റ്റോയ്സും ഫൈറ്റിലോക്കായും പറയുന്നുണ്ട്, പൾസാറ്റിലെയും കാലിബൈക്കും പറയുന്നു. ഒന്നുകിൽ റെസ്റ്റോയ്സും പിന്നെ ഫൈറ്റിലോക്കയും കൊടുക്കുക, അല്ലെ പൾസാറ്റിലെയും കാലി. ഇയറേജ്, പൾസാറ്റില, ചമ്മമില്ല. ആപ്തസ്, നൈട്രിക് ആസിഡ്, ആഴ്സനിക് ആൽബ്, നൈട്രസ് സൾഫ്. ആഫ്റ്റസ് ഒന്നുകൂടെ പറയാം സാറേ. ആപ്തസ്, നൈട്രിക് ആസിഡ്, ആഴ്സനിക് ആൽബ്, നൈട്രസ് സൾഫ്. ത്രോട്ട് കംപ്ലൈന്റ്, ബെൽഡോണ, ഫൈറ്റിലൊക്ക. സർവിക്കൽ സ്പോണ്ടൈലോസിസ്, കൊളോസിന്ത്, റെസ്റ്റോയ്സ്, ആഴ്സനിക് ആൽബ്. സ്റ്റിഫ് നെക്ക്, റെസ്റ്റോയ്സ്, ഫൈറ്റിലൊക്ക. കേട്ടില്ല സാറേ. സ്റ്റിഫ് നെക്ക്, സ്റ്റിഫ് നെക്ക്, റെസ്റ്റോയ്സ്, പൾസാറ്റ്, അല്ല റെസ്റ്റോയ്സ്, ഫൈറ്റിലൊക്ക. സോറി, സ്റ്റിഫ് നെക്ക്, റെസ്റ്റോയ്സ്, ഫൈറ്റിലൊക്ക. പൾസാറ്റിലെ അല്ല പറഞ്ഞു കേട്ടോ. പൾസാറ്റിലെ ഫ്ലൂറസി, അക്വണൈറ്റ് പറയുന്നു. ഫ്ലൂറസി ഫ്ലൂറസി നമുക്ക് ചികിത്സിക്കാനൊന്നും വരാറില്ല. എന്നാലും അക്വണൈറ്റും ബ്രയോണിയായി ഓൾട്ടർനേറ്റ് ചെയ്യാം. ഐസ്ക്രീം കോസ്ഡ് ഡയറിയ, ഐസ്ക്രീം കോസ്ഡ് ഡയറിയ, ആഴ്സാൽബ്, നൈട്രസ് സൾഫ്. യൂറിൻ ബേൺസ്, കാന്താരിസ്. എഴുതിയില്ല സാറേ. എഴുതിയിട്ട് പറഞ്ഞാൽ മതി. ഐസ്ക്രീം ആഴ്സാൽബും ഐസ്ക്രീം കോസ്ഡ് ഡയറിയ, ആഴ്സാൽബ്, നൈട്രസ് സൾഫ്. നൈട്രസ് സൾഫും. അടുത്തത് യൂറിൻ ബേൺസ്, കാന്താരിസ്. നീ പെയിൻ, റെസ്റ്റോയ്സ്, റൂട്ട, കാൽക്കരിയ ഫോസ്. നീ പെയിൻ. സിയാറ്റിക് പെയിൻ, റെസ്റ്റോയ്സ്, ആഴ്സാൽബ്, കൊളോസിൻ. ബാക്ക് പെയിൻ, റെസ്റ്റോയ്സ്, നൈട്രമൂർ, പൾസാറ്റ്. ഹൈ ബ്ലഡ് പ്രഷർ, ബെൽഡോണ, ഗ്ലോണൈൻ. ഫ്ലൂ, ബാക്ടീഷ്യ, ബ്രയോണിയ. കണ്ടിന്യൂഡ് ഫീവർ, ബ്രയോണിയ, റെസ്റ്റോയ്സ്. ഫീവർ വിത്ത് ഏക്ക്,
പേലുവേദനകൾ എന്നൊക്കെ പറയുന്നത് റെസ്റ്റോയ്സ് ആഴ്സാൽബ്. സഡൻ ഫീവർ ബെൽഡോണ ചമമില. ഫീവർ വിത്ത് ഡ്രൈ കോൾഡ് വിൻഡ് അക്കോണേറ്റ്. പൈൽസ് പെയിൻ ഹൈപ്പറിക്കം നൈട്രിക് ആസിഡ്. ഫിറ്റ് ബെൽഡോണ സിക്യൂട്ട. ഫിറ്റ്സ്. അർട്ടിക്കേറിയ റെസ്റ്റോയ്സ് ആഴ്സാൽബ്. വീക്ക്നെസ് കാർബോ വെജിറ്റബിൾസ് ചൈന. വീക്ക്നെസ് ക്ഷീണം എന്നുള്ള അർത്ഥമുണ്ട്. വീക്ക് മെമ്മറി അനാകാർഡി. വീക്ക് മെമ്മറി അനാകാർഡി. വിറ്റ്ലോ മൈറിസ്റ്റിക്ക വിരൽ ചുറ്റ്. കോൺസ് ആണിരോഗം ആന്റിമണിയം ക്രൂഡം. കോൺസ് ആന്റിമണിയം ക്രൂഡം ആണിരോഗത്തിന്. എക്സിമ സൾഫർ ഗ്രാഫൈറ്റിസ്. ഇച്ചിങ് വിത്ത് പസ്റ്റ്യൂൾസ്, അതായത് ചെറിയ കുമിളക്കുരുപ്പുകൾ ചൊറിച്ചിലോട് കൂടി ഉണ്ടാകുന്നതിനാണ് ഇച്ചിങ് വിത്ത് പസ്റ്റ്യൂൾസ് എന്ന് പറയുന്നത്. റെസ്റ്റോയ്സ് ആൻഡ് പ്രോട്ടൺ ഡിഗ്ലിന. സ്കിൻ ഇച്ചസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ചൂട് പൊന്തിയൊക്കെ ഉള്ള ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് സ്കിൻ ഇച്ചസ് എന്ന് കണക്കൂട്ടി നമ്മൾ പറയുന്നത്. അവർക്ക് സിസീഡിയം 3X റെസ്റ്റോയ്സും. എപ്പിലെപ്സി സിക്യൂട്ട വൈറോസ. പ്രൊലാപ്സ് റെക്ടം റൂട്ട കാൽക്കരിയ ഫോസ്. ഫിഷേഴ്സ് ഏനൽ ഫിഷേഴ്സ്. യൂറിക് ആസിഡ് സൈലീഷ്യ. പൈൽസ് റാറ്റാനിയ പയോണിയ. ഇന്റർമിറ്റന്റ് ഫീവർ റെസ്റ്റോയ്സ് നൈട്രമോർ. ഇന്റർമിറ്റന്റ് ഫീവർ വിത്ത് മച്ച് ഏക്കിംഗ്, ശരീരം മുഴുവൻ വേദനയായിട്ട് വരികയാണ്. യൂപ്പിറ്റോറിയം പെർഫോളിയോ നൈട്രമോറും കൂടെ. ഇന്റർമിറ്റന്റ് ഫീവർ വിത്ത് ഏക്കിംഗ്. ലോ ബ്ലഡ് പ്രഷർ റെട്ടാഗസ്. ടിഞ്ചറാണ് ഉപയോഗിക്കുക. അന്നേരം റെട്ടാഗസ് വരുമ്പോൾ ടിഞ്ചർ വരും. സെക്സ് പ്രോബ്ലംസ്, ഇമ്പോർട്ടൻസി ഓർ അതർ ഡിഫിക്കൽട്ടീസിനെല്ലാം ലൈക്കോപോഡിയം CM 1 ഡോസ് കാർബോ വെജിറ്റബിൾസ് 30 സ്ഥാപിച്ചാകിരുന്നു. ആ 30 ഞാൻ പറഞ്ഞില്ല, വെറുതെ അതെല്ലാവരും ഞാൻ പറഞ്ഞാണ്, അണ്ടർസ്റ്റുഡ് ആണ്. പ്രോസ്റ്റേറ്റ് ലൈക്കോപോഡിയം ലൈക്കോപോഡിയം CM 1 ഡോസ് ആണ്. പിന്നെ കാർബോ വെജിറ്റബിൾസ് സ്റ്റാഫിസാഗ്രിയും ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് എൻലാർജ്മെന്റ് വരുമ്പോൾ സാബൽ സെറൂൻറ്റേറ്റ ടിഞ്ചറും കാൽക്കേരിയ ഫ്ലൂറും പൾസാറ്റിൽ കൊടുക്കണം. ഷുഗർ ഇൻ ബ്ലഡ് ആൻഡ് യൂറിൻ, സിസിലിയം ടിഞ്ചറും യൂറേനിയൻ
sugar in blood and urine. Cesium, ginger, uranium atom creates acid sulfur. കഫ് മൂന്ന് തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് കാണുന്നുണ്ട് കഫില്. ഒന്ന് അക്കോണൈറ്റ് സ്പോഞ്ചിയ, 2 ബ്രയോണിയ ഇപ്പിക്കർ, 3 ഇപ്പിക്കർ, 3 ബ്രയോണിയ അമോണിയം കാർബൺ. ത്രോട്ട് സ്വollen, ഇൻഫെക്റ്റഡ് ആൻഡ് ബേണിംഗ് ത്രോട്ടിൽ, ഫൈറ്റലക്ക ആൻഡ് കാലി അയഡൈൻ. ഹോഴ്സ് വോയിസ് ഒറ്റയടപ്പ്, കാർബോഹൈഡ്രേറ്റ്സ് കോസ്റ്റിക്. ലിപ്സ് ക്രാക്സ്, റെസ്റ്റോയ്സ് നൈട്രമോൺ. ലിപ്സ് ക്രാക്സ്, റെസ്റ്റോയ്സ് നൈട്രമോൺ. കോർണേഴ്സ് ഓഫ് ലിപ്സ് ക്രാക്സ്, ആന്റിമണിയം കുണ്ടം. ഇയർ വാക്സ് എക്സസ് ഓണിയൻ. ഇയർ പെയിൻ, പൾസാറ്റില്ല, ചമ്മമില്ല. ഇയർ പസ് ഡിസ്ചാർജ്, കാലിമൂറ് പൾസാറ്റില്ല ഒരെണ്ണം, മെസീറിയം മെർസോള് രണ്ടാമത്. 2 തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് അതിന് വരുന്നുണ്ട്. അതിൽ കാലിമൂറും പൾസാറ്റിലും കൊടുക്കുന്നവരുണ്ട്, മെസീറിയം മെർസോളും കൊടുക്കുന്നു. നോസ് ബ്ലോക്ക്, കാർബോഹൈഡ്രേറ്റ്സ്, ലൈക്കോപോഡിയം, മാക്സിമമില്ല. ഗം ബ്ലീഡ്, കാർബോഹൈഡ്രേറ്റ്സ്, സൈലീഷ്യ, കാലി അയഡൈൻ. വാട്സ്, കോസ്റ്റിക്കം, സ്റ്റാഫിസാഗ്രിയ, സൈലീഷ്യ. ആക്കൻസ്, കാലിബ്രോമേറ്റം, ബെറിബറി സക്കിഫോളിയം, ജിഞ്ചർ. മൈഗ്രെയിൻ, ഐറിസ് വെർസിക്കോള, മാക്സോമിക്ക. മൈഗ്രെയിൻ, headache in menopausal period, sanguinaria and glonine. Acute colic, collosing the mycose. No milk in breast, lack deflorate. Pregnancy, leg feels very heavy and aching, belly furnace. Profuse menses, Ustilago 201 dose, trillium tincture and calcaria iodide. Ustilago tincture.
യൂസ്റ്റിലാഗോ ടീച്ചർ അല്ല 201 ഡോസ്. 200 വൺ. ട്രില്ലിയം ടിഞ്ചറും കാൽക്കേരി അയഡൈഡ് തെറപ്പി പ്രൊഫ്യൂസ് മെൻസസ്. ഒരു മിനിറ്റ് കൂടി എടുക്കുള്ളൂ, അത് കഴിഞ്ഞാൽ നിർത്തുവായി. ഒരു മിനിറ്റ് കൂടി ഉണ്ടാവും കേട്ടോ. സ്കാൻഡി മെൻസസ് പൾസാറ്റില നൈട്രമൂർ. ഇറഗുലർ മെൻസസ് നൈട്രമൂർ മോർണിംഗ്, സെപ്റ്റിയ ഈവനിങ്. പെയിൻഫുൾ മെൻസസ് മൈഫോസ് ഒളോസിന്ത് ഡയസ്കോറിയ. ഹെഡേക്ക് സ്കൂൾ ഗോയിങ് ഗേൾസ് ആൻഡ് ബോയ്സ് നൈട്രമൂർ കാൽക്കറിയ ഫ്രൂട്ട്സ്. അപ്പൊ ഇപ്പൊ 9:53 ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഏതാണ്ടൊക്കെ തീർക്കാം നമുക്ക്. ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അഥവാ ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഏതായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കേൾക്കുക. നമുക്ക് 7 മിനിറ്റ് ആണുള്ളത്. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. 7 മിനിറ്റേ ഉള്ളൂ. ഇത്രയും സാർ പറഞ്ഞതിൽ നിന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചോ പറയാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സാറ് ഹലോ പറഞ്ഞോ. സാറ് വേംസ് കഴിഞ്ഞിട്ട് പറഞ്ഞ കോമ്പിനേഷൻ ഏതാ മനസ്സിലായില്ല. പൾസ്, നാട്രിയം സൾഫ്, സിഫിലിനം ഏതിന്റെ ആയിരുന്നു? ഓക്കെ സാർ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? കോളോസിന്ത് ഡയസ്കോറിയ ഏതിന്റെയാണ് പറഞ്ഞത്? ഡയസ്കോറിയ അത് ഏതിന്റെ? ഞാൻ പലതിനും പറഞ്ഞായിരുന്നു. കുഴഞ്ഞു വീണ കൊളാപ്സിന്റെ അടുത്തത്. കൊളാപ്സിന്റെ അടുത്ത് പറഞ്ഞ ഗാൾ സ്റ്റോൺ പെയിൻ ആണ്. അത് കൊളോസിന്തും ഡയസ്കോറിയ. സലിംകുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. സാറ് പറഞ്ഞു കഴിഞ്ഞൊരു സംശയമുള്ളവർക്ക് യൂട്യൂബിൽ നോക്കി തീർക്കാം. അതുകൊണ്ട് ഞാനും സാറിന്റെ സ്പീഡിനൊപ്പം എഴുതാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇത് ഞാൻ അവളുടെയൊക്കെ തോണ്ടിയിട്ടുള്ളൂ. സാറ് പറയാൻ വിട്ടുപോയ സാധനം ഈ ഹീൽ പെയിനെ കുറിച്ച് സാറൊന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 10-30 മനസ്സിലായി. അതല്ല നമ്മുടെ ഈ അടുക്കലുള്ള ആൾക്കാരെ കൊണ്ട് കിട്ടാവുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മൈൽഡാണ്. ഇപ്പൊ തന്നെ വളരെ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഹീൽ പെയിൻസ് ഒക്കെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ക്ലാസ്സിൽ. ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ ഏതെങ്കിലും സമയത്ത് പറയാൻ പറ്റും. മെഡോറിനമാണ് ഏറ്റവും നല്ലത് മെഡിസിൻ ആയിട്ട് ഞാൻ കൊടുക്കാറുള്ളത് ഹീൽ പെയിൻ കേട്ടോ. ഹൈപ്പോട്ടൻസി ആണോ? ഹൈപ്പോട്ടൻസി ഞാൻ കൊടുക്കുന്നത്. ഓക്കെ സാറേ, എന്താ പറയാ, ഞാൻ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ്, സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ പകർന്നില്ല, എല്ലാം ഒത്തുചേർന്നുള്ള ഒരു ഭാഷയാണ് ഭാഷ. മത്താടിക്കൊടുക്ക വിമാനമേ. മലയാള ഭാഷയുടെ പൂർണ്ണ സൗന്ദര്യം ഞങ്ങൾക്ക് ദൃശ്യമാവുന്നത് സാറിന്റെ നാവിലൂടെയാണ്. ഇത്രയും സുഖം നന്നായി മലയാള ഭാഷ ഇതിൽ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതിന് ഒരു പ്രത്യേകമായ നന്ദി കേട്ടോ സാറേ. സാറിന് നന്ദി പറയുന്ന സലീംകുമാർ ഒന്ന് ഔദ്യോഗികമായിട്ടുള്ള നന്ദിയും കൂടെ പറയണേ. അല്ല, ഇനി വേറെ ആരും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടോ. ഇനി ആരെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? കഫ് പറഞ്ഞത് ഡ്രൈ കഫ് ആണോ? ഏതാ കഫിന്റെ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. കഫ് 2-3 തരത്തിൽ ഞാൻ പറഞ്ഞു, 4 പ്രാവശ്യം പറഞ്ഞു. ഒന്ന് ഡെന്റിസ്റ്റിൽ കഫ് എന്ന് പറഞ്ഞു, പിന്നെ കഫിന് അക്കുണേറ്റ് സ്പോഞ്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്
ഇത് ലേമൻസ് എന്നുള്ള നിലയിൽ തന്നെ പറയേണ്ടി വരും. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ ടിപ്സുകൾ അന്ന് ആദ്യകാലത്തൊക്കെ ഞാൻ പ്രാക്ടീസ് കുറെയൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നില്ല എന്ന് ആദ്യത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡ്രൈ കഫ് ആണെങ്കിൽ ചിലപ്പോൾ അക്കുണൈറ്റും സ്പോഞ്ചായും ഒക്കെ നമുക്ക് വേണ്ടി വരുമായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കാന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. കഫിന് ഇങ്ങനെ കൊടുക്കുന്നത് കാണുന്നു. അവരിൽ ഞാൻ പല ആൾക്കാരിൽ നിന്ന് ഞാൻ അന്ന് കളക്ട് ചെയ്ത ഇത് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇയർ വാക്സ് ഏതായിരുന്നു പറഞ്ഞു? ഓണിയം. താങ്ക് യു. ഇനി നമുക്ക് സമയക്കുറവുണ്ട്, 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സലീംകുമാർ ഡോക്ടർ സാറിന് നന്ദി പറയണേ. സാറേ, ഏതായാലും സാറിന്റെ ഈ ടിപ്സ് കേട്ടപ്പോ സാറ് പറഞ്ഞില്ല ആ ഒരു തലമുറയിൽ അത് സത്യമാണ് സാറേ. കാരണം എന്താ വെച്ചാല് എറണാകുളം കോളേജിലെ ആദ്യകാലത്തെ പ്രിൻസിപ്പൽ പടിയാർ സാറ് ഈ പറയുന്ന ചില ടിപ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു തലമുറയില് ആ തലമുറ ഒരു പരിധിവരെ ഹോമിയോപ്പതി ഇത്രയും പെട്ടെന്ന് അഗ്രഗണ്യന്മാരായതും ഇങ്ങനെയുള്ള ഇതിലൂടെ ആയിരിക്കും. അതിന് പടിയാർ സാർ പറഞ്ഞ ഈ ബെല്ല് ഫൈറ്റോയും അങ്ങനെ ചിലത് അരിബ്രൈ ഇപ്പിക്കുക, ഇതൊക്കെ പടിയാർ സാർ ഇങ്ങനെ പറയാറുണ്ട്. അതിന് വേറൊന്നുണ്ട് സാറേ. നമ്മള് പടിയാർ സാർ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മള് ആന്റിലോട്ട്, ഇനിമിക്കൽ ഇങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ നോക്കിയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു കോളേജുകളിൽ പഠിച്ചിറങ്ങുമ്പോ. അപ്പൊ അങ്ങനെ കൂടി ആ തലമുറ നോക്കിയിരുന്നെങ്കിൽ കേരളത്തിലെ ഹോമിയോപ്പതി ഇപ്പൊ വളരില്ലായിരുന്നു. കാരണം അവരുടെ പ്രിസ്ക്രിപ്ഷനിലെ ഈ ആന്റിലോട്ട് റിലേഷൻഷിപ്പോ ഇനിമിക്കലോ അതൊന്നും നോക്കാറുണ്ടായിരുന്നില്ല. റെസ്റ്റോക്സ് എപ്പീസും കൊടുക്കുന്ന കണ്ടീഷനുകളുണ്ട്. ഇപ്പൊ ഇതിൽ പല ആഴ്സും റെസ്റ്റോക്സും ഇങ്ങനെ പലതും ബെല്ലും റെസ്റ്റോക്സും ഒക്കെ പലപ്പോഴും ആന്റിലോട്ട്സ് ആണ് നമ്മൾ റിലേഷൻഷിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് അന്ന് ആ സാറ് പറഞ്ഞ ഒരു മറുപടി ഓർത്തുപോയി. ഇതിങ്ങനെ കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആന്റിലോട്ടിലായാലും ഇനിമിക്കലായാലും ഇതൊക്കെ എന്ന് പറയുന്ന മെറ്റീരിയൽ ലെവലില് ഉള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. മെർക്കുറി അതിന് ആന്റിലോട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മള് എനർജി ലെവലിലാണ് ഹോമിയോപ്പതി നിൽക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളവിടെ ഇതിന്റെ ആന്റിലോട്ടിനെ കുറിച്ചോ ഇനിമിക്കലിനെ കുറിച്ചോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുന്ന റിസൾട്ട് കിട്ടുന്നു, അത് മാത്രം നോക്കിയാൽ മതി അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്തരണത്തില് ഞാൻ പടിയാർ സാറിന് ഓർത്തുപോയി. ഏതായാലും ഡോക്ടറെ ഒരു സെക്കൻഡ്. അതായത് പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഹോമിയോപ്പതി ഔഷധങ്ങള് ഒരു മീഡിയത്തില് എത്തുമ്പോ അത് പ്രത്യേക യൂണിറ്റ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ 2 യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തോളൂ. ഒരിക്കലും അത് തമ്മിൽ യോജിക്കുന്നില്ല. അപ്പോൾ ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് നമ്മൾ കൊടുക്കും. അത് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് അത് നമ്മുടെ ബോഡിയിൽ നിലനിൽക്കും. അപ്പൊ അത് അങ്ങനെയാ അവര് വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഇനിമിക്കലായിട്ട് കൊടുക്കാമെന്നൊരു വ്യവസ്ഥ പല ഡോക്ടർമാരും അവകാശപ്പെട്ടിട്ടുണ്ട്. നമ്മളത് തള്ളിക്കളയൊന്നും വേണ്ട. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുക, ഓരോ ദിവസവും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ശരി, താങ്ക് യു. അപ്പൊ ഏതായാലും ഇനി എന്റെ ചുമതലയിലേക്ക് കിടക്കുകയാണ്. IFPH കിട്ടിയ ചില ഭാഗ്യങ്ങളിൽ ഒരാളാണ് സാറ്. സാറിന്റെ ഈ ശ്രുതിമധുരമായ മലയാളത്തില് അത് കേൾക്കുന്നു. അങ്ങനെയുള്ള സാറ് ഇത്രയും ആഴത്തില് മെഡിക്കൽ ഹിസ്റ്ററി രീതിയിലോട്ടൊക്കെ പോയി ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് വരുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഇന്നത്തെ സബ്ജക്റ്റ് 2 രീതിയിൽ രണ്ടും വെടികൊള്ളുന്നതായിരുന്നു. ഈ മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ച് സംസാരിച്ചതും അതിനുശേഷം കൊണ്ടുവന്ന ടിപ്പുകളും. അപ്പൊ ഇനിയും സാർ ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. IFPH മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സാറിന് നന്ദി പറയുന്നു. ഇനിയും സാറ് വരണം. ശുദ്ധമായ മലയാളം കേൾക്കാൻ. ഓക്കെ സാർ. എന്തായാലും അങ്ങനെ നമുക്ക് സാർ കുറച്ച് കച്ചിത്തുരുമ്പുകൾ ഇട്ട് തന്നിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ സാർ പറഞ്ഞു, ഇത് നിവൃത്തിയില്ലാത്ത ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് സാർ പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും നല്ലൊരു സന്മനസ് കാണിച്ചതിന് സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ആദ്യ സ്റ്റേജുകളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആവശ്യമായി തന്നെ വരും. പിന്നീട് പഠിച്ചായാലും നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് കൊണ്ടുവരാം. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ വളരെയധികം നന്ദിയുണ്ട് സാറിനോട്.
സാറ് ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വരണം. ഞങ്ങളത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എത്രയോ പേരാണ് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തത്, സാറിന്റെ ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പം ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1362 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.